നമ്മൾ പ്രാരംഭമായിട്ട് കേട്ടത് യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായം ഇതിൻ്റെ 7-ാമത്തെ വാക്യമായിരുന്നല്ലോ. യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായം 7-ാമത്തെ വാക്യം. അവിടെ ഒരു ശമരിയ സ്ത്രീ വെള്ളം കോരുവാൻ വന്നു. യേശു അവളോട് എനിക്ക് കുടിപ്പാൻ തരുമോ എന്ന് ചോദിച്ചു. അവൻ്റെ ശിഷ്യന്മാർ ഭക്ഷണം സാധനങ്ങളെ കൊള്ളുവാൻ പട്ടണത്തിൽ പോയിരുന്നു. ശമരിയ സ്ത്രീ അവനോട് നീ യഹൂദനായിരിക്കെ ശമരിയക്കാരത്തിയായ എന്നോട് കുടിപ്പാൻ ചോദിക്കുന്നത് എങ്ങനെ എന്ന് പറഞ്ഞു. കാരണം യഹൂദന്മാർക്കും ശമര്യർക്കും തമ്മിൽ ബന്ധമില്ല എന്ന് പറഞ്ഞാൽ ഇവിടെ അവർ തമ്മിൽ യാതൊരു രീതിയിലും മിങ്കിൾ ചെയ്യില്ല, ഇടപെടത്തേയില്ല. സ്പർശതയില്ല. അങ്ങനെ ഉള്ള അവസ്ഥയിൽ ആ സ്ത്രീയോട് വെള്ളം ചോദിക്കുന്നു. അവൾ അതിശയിച്ചു പോയി. നീ എങ്ങനെയാ എന്നോട് വെള്ളം ചോദിക്കുന്നത്? ഒരു യഹൂദൻ ശമരിയനോട് വെള്ളം ചോദിക്കില്ല. ശമരിയെ കൂടെ കടന്നു പോകുന്നത് പോലും അവർക്ക് പ്രയാസമാണ്. അങ്ങനെ ഉള്ള ഒരു പരിസ്ഥിതിയിലാണ് നമ്മൾ ഇവിടെ ഈ കർത്താവിനെയും ആ സ്ത്രീയെയും കൂടെ കാണുന്നത്. കർത്താവിന് ദാഹിച്ചു. ഭക്ഷണസാധനം വാങ്ങിക്കാനായിട്ട് ശിഷ്യന്മാര് പട്ടണത്തിൽ പോയിരിക്കുകയാണ്. വെള്ളം വേണം. എന്നാൽ അവിടെ നമ്മൾ കാണുന്നത് അവൻ ശമരിയയിൽ കൂടി കടന്നു പോകേണ്ടി വന്നു. അങ്ങനെ അവൻ സുഖാർ എന്നൊരു ശമരിയ പട്ടണത്തിൽ യാക്കോബ് തന്റെ പുത്രനായ യോസഫിന് കൊടുത്ത നിലത്തിനരികെ എത്തി. അവിടെ യാക്കോബിന്റെ ഉറവുണ്ടായിരുന്നു. യേശു നടന്ന് ക്ഷീണിച്ചിട്ട് ഉറവിനരികെ ഇരുന്നു. അപ്പോൾ ഏകദേശം 6-ാം മണിനേരം ആയിരുന്നു. 6-ാം മണിനേരം എന്ന് പറയുമ്പം നമ്മുടെ 12 മണി ഉച്ചയ്ക്ക് 12 മണിയിൽ വെയിലുള്ള അവസരമാണെങ്കിൽ നല്ല ദാഹം ഉണ്ടാകും. അപ്പോൾ 6-ാം മണിനേരമായിരുന്നു. ഒരു ശമരിയ സ്ത്രീ വെള്ളം കോരുവാൻ വന്നു. ശമരിയക്കാരുമായിട്ട് ഇടപെടുകയില്ല. ആ സ്ത്രീയോട് കർത്താവ് ചോദിക്കുകയാണ്, എനിക്ക് വെള്ളം തരാൻ. യേശു അവളോട് എനിക്ക് കുടിപ്പാൻ തരുമോ എന്ന് ചോദിച്ചു. അവൾ തന്നെ വണ്ടടിച്ചു. എങ്ങനെ ഒരു യഹൂദൻ എന്നോട് വെള്ളം ചോദിക്കും? ഞാൻ ശമരിയ സ്ത്രീയാണെന്ന് അവനറിയാം. അപ്പോ അതുകൊണ്ടാണ് 9-ാം വാക്യത്തില് ശമരിയ സ്ത്രീ അവനോട് നീ യഹൂദനായിരിക്കെ ശമരിയക്കാരത്തിയായ എന്നോട് കുടിപ്പാൻ ചോദിക്കുന്നത് എങ്ങനെ? 10-ാം വാക്യം, നീ ദൈവത്തിന്റെ ഉത്തരവും പറയാണ്, നീ ദൈവത്തിന്റെ ദാനവും നിന്നോട് കുടിപ്പാൻ ചോദിക്കുന്നവൻ ആരെന്നും അറിഞ്ഞുവെങ്കിൽ, ദൈവത്തിന്റെ ദാനം എന്താണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ, നിന്നോട് വെള്ളം കുടിപ്പാൻ ചോദിക്കുന്നവൻ ആരെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ നീ അവനോട് ചോദിക്കുകയും അവൻ ജീവനുള്ള വെള്ളം നിനക്ക് തരികയും ചെയ്യുമായിരുന്നു. ജീവനുള്ള വെള്ളം കൊടുക്കാൻ കഴിവുള്ള കർത്താവാണ് നമ്മുടെ കർത്താവ്. അവനുമായി നാം ടച്ചിൽ വന്നാൽ ജീവന്റെ സമൃദ്ധിയാണ് അവിടെ ഉണ്ടാകുന്നത്. നമ്മുടെ മരണം പൊയ്പോകുന്നു.
മരണത്തിന്റെ അവസ്ഥയിൽ അനേകര് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ആ മരണം അത് പോയിരിക്കുന്നു. കർത്താവുമായിട്ട് നാം ബന്ധപ്പെട്ടാൽ എപ്പോഴും അവിടെ ജീവന്റെ സമൃദ്ധിയാണ് പിന്നുള്ളത്. ആ ജീവന്റെ സമൃദ്ധി അനുഭവിക്കാനായിട്ടാണ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. അത് നമുക്ക് ലഭിക്കണം. ലഭിക്കാതെ പോകരുത്. സ്ത്രീ അവനോട്, യജമാനെ, നിനക്ക് കോരുവാൻ പാത്രമില്ലല്ലോ. ഈ കിണർ ആഴമുള്ളതാകുന്നു, പിന്നെ ജീവനുള്ള വെള്ളം നിനക്ക് എവിടെ നിന്ന് കിട്ടും? എവിടെ നിന്നാണ്? അതിന് ഒരു സാധ്യതയില്ലല്ലോ. കർത്താവാണെന്ന് അവൾ മനസ്സിലാക്കുന്നില്ല. അതുകൊണ്ടാണ് എവിടെ നിന്ന്? നീ നമ്മുടെ പിതാവായ യാക്കോബിനേക്കാൾ വലിയവനാണോ? യാക്കോബാണ് ഞങ്ങൾക്ക് ഈ കിണർ കുഴിച്ചു തന്നിരിക്കുന്നത്. മരുഭൂപ്രദേശമാ, അവിടെ വെള്ളം കിട്ടാൻ വലിയ പ്രയാസമാണ്. അവിടെ യാക്കോബ് ഒരു കിണർ കുഴിച്ചു, അതിൽ വെള്ളമുണ്ട്. എല്ലാ കിണറിലും വെള്ളം കിട്ടുകയില്ല, ഇതിൽ വെള്ളമുണ്ട്. അങ്ങനെ ഞങ്ങൾക്ക് കിണർ കുഴിച്ചു തന്ന ആ യാക്കോബിനേക്കാൾ നീ വലിയവനാണോ? അവർ യാക്കോബിനെ കണ്ടിട്ടുള്ളൂ വലിയവനായിട്ട്, അതിനേക്കാൾ വലിയവനെ കണ്ടിട്ടില്ല. അവനേക്കാൾ നീ വലിയവനാണോ? നമ്മള് എങ്ങനെയാണ്? നമ്മൾ കർത്താവിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട്. എന്നാൽ ഈ കർത്താവിനെ ഏറ്റവും വലിയവനായിട്ട് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഇപ്പോ ആ ശമരിയക്കാരി സ്ത്രീക്ക് അവിടെ വെള്ളത്തിന്റെ ആവശ്യമാണ്. നമ്മളെ സംബന്ധിച്ച് നമ്മൾ ഓരോരുത്തരും ആയിരിക്കുന്ന സ്ഥലത്ത്, സാഹചര്യത്തില് നമുക്ക് ഓരോരുത്തർക്കും പല ആവശ്യങ്ങളുണ്ട്. ആ ആവശ്യങ്ങള് എല്ലാം മീറ്റ് ചെയ്യാനായിട്ട് കഴിയാതെ വിഷമിക്കുന്നു. ആ വിഷമിക്കുമ്പോ ഇവിടെ ഒരാള് പറയാണ്, ഇവിടെ 10-ാമത്തെ വാക്യത്തില്, നീ ദൈവത്തിന്റെ ദാനവും നിന്നോട് കുടിപ്പാൻ ചോദിക്കുന്നവൻ ആരെന്നും അറിഞ്ഞുവെങ്കിൽ നീ അവനോട് ചോദിക്കും. അവൻ ജീവനുള്ള വെള്ളം നിനക്ക് തരികയും ചെയ്യുമായിരുന്നു. ജീവന്റെ സമൃദ്ധിയിലേക്ക് കൊണ്ടുപോകാൻ കഴിയുന്ന കർത്താവ്. മരണത്തിന്റെ അനുഭവത്തിൽ കൂടെയാണ് മനുഷ്യൻ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇല്ലായ്മയുടെ അനുഭവത്തിൽ കൂടെയാണ് മനുഷ്യൻ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. പ്രയാസത്തിൽ കൂടെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ മധ്യത്തില് നമുക്ക് ഉത്തരമായിട്ട് ഈ കർത്താവുണ്ട്. അവൻ സകലത്തിനും മതിയായവനാണ്. ഇന്ന് നമ്മള് പ്രയാസപ്പെടുന്ന പല കാര്യങ്ങളുണ്ട്. ആ പല കാര്യങ്ങളുടെ മധ്യേ നമുക്ക് ഉത്തരം തരാൻ കഴിവുള്ളവനായ കർത്താവ് ഉള്ളപ്പോ, ആ കർത്താവിനെ കണ്ടെത്താതെ, ആ കർത്താവിന്റെ സന്നിധിയിലേക്ക് ചെല്ലാതെ, അവന്റെ മുമ്പിൽ മുട്ടുകുത്താതെ മുന്നോട്ട് പോവുകയും ആ പ്രയാസത്തിൽ കൂടെ തന്നെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഒരു ടെൻഡൻസിയാണ് ഉള്ളത്. എന്നാൽ ഈ കർത്താവിനെ നമ്മൾ കാണുകയും ആ കർത്താവിന്റെ മുമ്പിൽ നമ്മുടെ ആവശ്യങ്ങളെ വെക്കുകയും ചെയ്താൽ അവിടെ നമുക്കൊരു ഉത്തരവുണ്ട്. അവന് കഴിയാത്ത കാര്യമില്ല. അവന് സകലവും കഴിയും. നമ്മൾ ഇന്ന് വറി ചെയ്യുന്ന കാര്യങ്ങള്, ഇന്ന് നമ്മളെ ചിന്തയ്ക്ക് അയ്യോ അത് പ്രയാസമാണല്ലോ, എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും
നമ്മൾ ഈ ഓരോ ദിവസവും എങ്ങനെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും എന്ന് ആവില ചിന്തയിൽ മുന്നോട്ട് പോകുന്നവർക്ക്, അവർക്ക് അവരുടെ എല്ലാ ചോദ്യങ്ങൾക്കും എല്ലാ പ്രയാസങ്ങൾക്കും ഉത്തരം തരാൻ കഴിവുള്ളവനായ കർത്താവ് നമ്മുടെ മധ്യയുണ്ട്. നമ്മളത് വിശ്വസിക്കുന്നു. നമ്മൾ വിചാരിക്കും, അയ്യോ ഈ കാര്യത്തിന് ഈ കാര്യം എങ്ങനെയാണ് എന്ന് ചിന്തിച്ച് വശാകുന്ന സ്ഥാനത്ത് നമ്മളെ സഹായിക്കാനായിട്ട് സകല കഴിവുമുള്ള കർത്താവ് ഉള്ളപ്പോൾ അവൻ്റെ മുമ്പിൽ നമ്മളുടെ ആവശ്യം നമ്മൾ പറയുമോ? അവൻ്റെ മുമ്പിൽ നമ്മളുടെ ആ ആവശ്യം വയ്ക്കുമോ? അവൻ്റെ മുമ്പിൽ നമ്മളുടെ ആവശ്യം വെച്ചാൽ അതിന് ഉത്തരം ലഭിക്കും. നമ്മളെ സഹായിക്കാനായിട്ട് കഴിയും. നമ്മുടെ കർത്താവ് പരിമിതി ഇല്ലാത്തവനാണ്. അവന് പരിമിതി ഇല്ല, അവന് കഴിയും. എന്നാൽ നമ്മൾ അവൻ്റെ സന്നിധിയിലേക്ക് ചെല്ലുമോ? കർത്താവേ, എനിക്ക് ഈ ആവശ്യം ഇരിക്കുന്നു. ഓരോരുത്തർക്കും ആവശ്യം ഓരോന്നായതുകൊണ്ടാണ് ഞാൻ ആ ആവശ്യം എന്താണെന്ന്, എനിക്ക് ഈ ആവശ്യം ഇരിക്കുന്നു, നിങ്ങളെ പ്രയാസപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ആവശ്യം. ഒരുപക്ഷെ അയലത്തുകാര് നമ്മളെ പ്രയാസപ്പെടുത്തുന്നതായിരിക്കാം, അല്ലെങ്കിൽ മൂത്ത മകൻ ശല്യം ചെയ്യുന്നതായിരിക്കാം, വീതം വെച്ച് തന്നു എന്ന് പറഞ്ഞ് ശല്യം ചെയ്യുന്നതായിരിക്കാം. എന്തുവാ എനിക്കറിയത്തില്ല. ഓരോരുത്തരും ഓരോ പ്രയാസത്തിൽ കൂടെ കടന്നു പോകുന്നുണ്ട്. കുഞ്ഞുങ്ങളെ സംബന്ധിച്ചാണെങ്കിൽ പരീക്ഷ എടുത്ത് കഴിയുമ്പോഴത്തേക്ക് എങ്ങനെ പഠിച്ചു തീർക്കും? ഭയങ്കര ടെൻഷനാണ്. എങ്ങനെ പഠിച്ചു തീർക്കും? അവരുടെ കഴിവ് മുഴുവൻ ഉപയോഗിച്ച് പഠിച്ചിട്ടും തീർക്കാൻ പറ്റുന്നില്ല. പക്ഷെ പരീക്ഷ എഴുതി കഴിയുമ്പോഴോ എത്ര ആശ്വാസമായി. കർത്താവിൽ വിശ്വസിച്ചുകൊണ്ട് പരീക്ഷ എഴുതാൻ പോകുന്ന ഒരാൾക്ക് പഠിക്കരുതെന്നല്ല ഞാൻ പറഞ്ഞു, പഠിക്കണം. പക്ഷേ ഞാൻ ആരെ വിശ്വസിച്ചു എന്ന് നമ്മൾ ഓരോരുത്തരും അറിയണം. ഞാൻ വിശ്വസിച്ചിരിക്കുന്നത് ആരെയാണ്? ഞാൻ വിശ്വസിച്ചിരിക്കുന്നവന്, അവന് എന്നെ സഹായിപ്പാനായിട്ട് കഴിയാത്ത ഒരു കാര്യവുമില്ല. ഒരു കാര്യത്തിലും എന്നെ സഹായിക്കാൻ കഴിവില്ലാത്തവരല്ല. അങ്ങനെ വിശ്വസിക്കുകയാണെങ്കിൽ, അങ്ങനെ വിശ്വസിച്ച് നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ നിശ്ചയമായിട്ടും ആ കർത്താവിൻ്റെ ഹെൽപ്പ് എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടാകും. എപ്പോഴും. നമ്മൾ ആഗ്രഹിക്കുന്നത് മുഴുവൻ തരുന്ന കർത്താവല്ല. അങ്ങനെ വിചാരിച്ചു പോകരുത്. നമ്മൾ ആഗ്രഹിക്കുന്നത് മുഴുവനും തരുന്ന കർത്താവല്ല, പക്ഷെ നമുക്ക് ആവശ്യമുള്ളത് തരുന്ന കർത്താവ്, അത് തരാൻ കഴിവുള്ള കർത്താവ്. നമുക്ക് ആവശ്യമുള്ളത് അത് തരാൻ കഴിവുള്ള കർത്താവ്. ആ കർത്താവില് നമ്മൾ അടിയുറച്ച് വിശ്വസിക്കുക. അവൻ നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകും. വഴി നമുക്കറിയില്ല, പക്ഷെ വഴി അവനറിയാം.
നമ്മളെ അറിയാത്ത വഴിയിൽ കൂടെ കൊണ്ടുപോകുന്ന കർത്താവ്. ആ കർത്താവിൻ്റെ കൃപ അനുഭവിക്കാനായിട്ട് ഞാൻ എൻ്റെ സഹോദരങ്ങളെ വിളിക്കുന്നു. ആ കർത്താവ് നമുക്ക് മതിയായവനാണ്. നമ്മൾ ആരും നിരാശപ്പെടേണ്ട കാര്യമില്ല. നിങ്ങൾ ഇന്ന് പ്രയാസപ്പെടുന്ന കാര്യത്തിൽ നിങ്ങൾ പ്രയാസപ്പെടേണ്ട കാര്യമില്ല. ആ കർത്താവിൻ്റെ മുമ്പിലേക്ക് വയ്ക്കുക. ആ കർത്താവിൻ്റെ മുമ്പിലേക്ക് നമ്മൾ ആ കാര്യം വയ്ക്കുക. കർത്താവ് അതിനൊരു വഴി ഒരുക്കി നമ്മൾ അറിയാത്ത മാർഗത്തിൽ കൂടെ, നമ്മൾ കണ്ടിട്ടില്ലാത്ത മാർഗത്തിൽ കൂടെ, നമ്മൾ ചിന്തിച്ചിട്ടില്ലാത്ത മാർഗത്തിൽ കൂടെ ഈ കർത്താവ് വിജയത്തിലേക്ക് നമ്മളെ എത്തിക്കും. എൻ്റെ അനുഭവമാണ് ഞാൻ പറഞ്ഞത്. എനിക്ക് എൻ്റെ അനുഭവമല്ലേ പറയാനൊക്കത്തുള്ളൂ. എൻ്റെ അനുഭവം നിങ്ങൾക്കും അനുഭവമായി തീരട്ടെ, അത് ഞാൻ ആഗ്രഹിക്കുന്നു. ദൈവം നമ്മളെ സഹായിക്കട്ടെ. ദൈവനാമത്തിൽ അതുകൊണ്ടായിരിക്കട്ടെ. ബ്രദർ പറഞ്ഞ പോലെ ജോൺ ചാപ്റ്റർ 4 അതിനകത്ത് നമ്മൾ അവസാനം കാണും ജീസസ് പറയുന്നത് ദാറ്റ് in verse 24, John chapter 4 verse 24, God is a spirit and that they must worship in spirit and truth. എന്നെ പ്രത്യേകിച്ച് ബ്ലസ് ചെയ്ത ഒരു കാര്യം, നമ്മൾ ബ്രദർ പറഞ്ഞ പോലെ മോസ്റ്റ് ഹോളി പ്ലേസിൽ as we enter into the most holy place, what God seeks is not people who worship in out of the emotions. നമ്മൾ പല പ്രാവശ്യം പല സിറ്റുവേഷൻ അല്ലെങ്കിൽ സർക്കംസ്റ്റൻസിൽ പോകും. ആൻഡ് ഓഫൻ ഞാൻ എൻ്റെ ലൈഫിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഞാനും ഒരു ട്രയലിൽ വരുമ്പോൾ ഒരു കോമൺ ടെംപ്റ്റേഷനാണ്. I would tend to be anxious. അത് എൻ്റെ പേഴ്സണൽ ലൈഫിൽ, എൻ്റെ വർക്ക് പ്ലേസിൽ ആവട്ടെ, എൻ്റെ വേറെ പല സിറ്റുവേഷനിലാവട്ടെ. അപ്പം even in that area, I think in Hebrews chapter 10, in April chapter 10 verse 20, Hebrews chapter 10 verse 20, Hebrews chapter 10 verse 20. സഹോദരന്മാരെ, യേശു തന്റെ ജഡമെന്ന തിരശ്ശീലയിൽ കൂടെ നമുക്ക് പുനഃപ്പിച്ച ജീവനുള്ള പുതുവഴിയായി തന്റെ രക്തത്താൽ വിശുദ്ധ മന്ദിരത്തിലേക്കുള്ള പ്രവേശനത്തിന് ധൈര്യവും. മലയാളത്തിൽ 19:20. Yes. From by 19 and 20 നമുക്ക് വായിക്കാം. From 20 ഞാൻ സ്പെസിഫിക്കലി വായിക്കുന്നു. By a new and living way which he consecrated for us through the veil that is his flesh. ഹിസ് ഫ്ലഷിന് അവിടെ പ്രത്യേകിച്ച് നമ്മൾ അതിനെക്കുറിച്ച് നമ്മൾ മെഡിറ്റേറ്റ് ചെയ്യുമ്പോൾ, അതിന് ബ്രദർ സാക്കും അതുപോലെ മെസ്സേജസിൽ പറയുമ്പോൾ ആ ഫ്ലഷിന് ഉദ്ദേശിക്കുന്ന പ്രത്യേകിച്ച് ഇറ്റ് ഈസ് എ സെൽഫ് വിൽ. ജീസസ് ഹാഡ് കംപ്ലീറ്റ്ലി ഡിനൈഡ് ഹിസ് സെൽഫ് വിൽ. അത് ബ്രദറും പറഞ്ഞ പോലെ ജോൺ ചാപ്റ്റർ 6 വേഴ്സ് 38 പറയാം, ഐ ഹാവ് കം ടു ഡു നോട്ട് മൈ വിൽ ബട്ട് ദ വിൽ ഓഫ് മൈ ഫാദർ ഇൻ ഹെവൻ. അപ്പം അവിടെ നമ്മുടെ സെൽഫ് വില്ല് ജീസസും പല സിറ്റുവേഷനിലും ഹി ഹാഡ് ടു കംപ്ലീറ്റ്ലി ഡിനൈ ഹിസ് സെൽഫ് വിൽ. ആൻഡ് അങ്ങനെയായിരുന്നു God has now opened a new and living way which is consecrated for us and through the way. അപ്പം എൻ്റെ ജീവിതത്തിലും if I have to be a true worshipper, if I have to worship in truth and spirit, അത് ഇതിലായിരിക്കും. ആൻഡ് ജസ്റ്റ് ആസ് ഇറ്റ് സെസ് ഇൻ റോമൻസ് ചാപ്റ്റർ 12 വേഴ്സ് 1 and 2, നമുക്ക് എല്ലാവർക്കും അറിയാം that it's only if I offer my body as a living sacrifice, that is the pleasing and acceptable or the true worship of the Lord. ഇതിൽ ഞാൻ പറഞ്ഞു കേൾക്കണം. മാറ്റപ്പെടട്ടെ. ഇന്ന്
പകൽക്കാലം ഒരുമിച്ചായിരിക്കാൻ തക്കണം ദൈവരിക്കുന്ന എല്ലാ അവസരത്തിനായി സ്തോത്രം ചെയ്യുന്നു. ആക്ച്വലി എന്നെ പരിചയപ്പെടുത്തുകയാണെങ്കിൽ എൻ്റെ സ്ഥലം ശൂരനാട് ചക്കൊള്ളി എന്ന് പറയുന്ന സ്ഥലത്താണ് ഞാൻ താമസിക്കുന്നത്. ആക്ച്വലി ഞാനൊരു ദേവദാസൻ്റെ മകനാണ്. IPCയിലെ 40 വർഷത്തിലേറെയായി IPCയിലെ ഒരു പാസ്റ്ററായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു ദേവദാസൻ്റെ. ഞങ്ങൾ 6 മക്കളാണ്. 6 മക്കളിൽ 5-ാമനായിട്ട് ഞാൻ ജനിച്ച് വളർത്തപ്പെടുവാൻ ദൈവം സഹായിച്ചു. വളരെ സ്ട്രിക്റ്റായിട്ട് എൻ്റെ പപ്പ ദൈവകാര്യങ്ങളിലൊക്കെ വളരെ സ്ട്രിക്റ്റായിട്ട് തന്നെ ഞങ്ങളെ 6 പേരെയും വളർത്തി. ഒത്തിരി പ്രതിസന്ധികൾ കൂടെയൊക്കെ കടന്നുപോയ ഉണ്ടായിരുന്നപ്പോഴും ഞങ്ങൾക്ക് ഒത്തിരി മൂല്യങ്ങൾ ഒരു ദേവദാസൻ എന്ന നിലയിൽ പകർന്നു വരുവാനിടയായി. എന്നിരുന്നാൽ തന്നെയും എൻ്റെ രഹസ്യ ജീവിതത്തിൽ ഞാൻ എന്നെ തന്നെ പരിശോധിച്ചപ്പോൾ ഒത്തിരി തകർച്ചകൾ, പ്രത്യേകിച്ച് വ്യക്തിപരമായി നമ്മുടെ സഹബ്രദറിൻ്റെ മെസ്സേജ് പറയുന്ന പോലെ നമ്മുടെ ഇന്നർ ലൈഫിൽ ആ ദൈവമായിട്ടുള്ള ബന്ധത്തിൽ ഒത്തിരി പരാജയങ്ങൾ ചെറുതായിട്ട് തന്നെ സംഭവിച്ചു. പക്ഷെ അങ്ങനെ ഇരുന്നപ്പോഴാണ് സഹബ്രദറിൻ്റെ മെസ്സേജ് എന്നെ ശരിക്കും ചലഞ്ച് ചെയ്യാനിടയായിത്തീരുന്നത്. അങ്ങനെ എനിക്കങ്ങനെ ഒരു അവസരം കിട്ടി. ചില വർഷങ്ങൾക്ക് മുമ്പ് തന്നെ സഹബ്രദറിൻ്റെ മെസ്സേജ് ഞാൻ ഓൺലൈൻ വഴി ആ മെസ്സേജുകൾ തുടർച്ചയായിട്ട് കേൾക്കാനിടയായി. അതിന് ശരിക്കും എൻ്റെ ലൈഫിനകത്ത് ഓൾറെഡി ഞാൻ ഒത്തിരി ഡെസ്പായി പോയൊരു മനുഷ്യനാണ്. അങ്ങനെ ഇരുന്നപ്പോൾ ഞാൻ എനിക്ക് ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു കാര്യം ഓൺലൈനിൽ സഹബ്രദറിൻ്റെ മെസ്സേജ് കേൾക്കുക, അത് ഡൗൺലോഡ് ചെയ്യുക, രാവിലെ തൊട്ട് വൈകിട്ട് വരെ കേട്ടുകൊണ്ട് നടക്കുക. അങ്ങനെ പതുക്കെ എൻ്റെ ലൈഫിൽ ആ കർത്താവുമായിട്ടുള്ള ബന്ധത്തിൽ അത് ശരിക്കും റിസ്റ്റോർ ചെയ്യപ്പെടുവാനിടയായി. അങ്ങനെ ഞാൻ ചില വർഷങ്ങളായിട്ടത് കേട്ടു. എന്നാൽ തന്നെ എൻ്റെ IPCയിൽ ചർച്ചിൽ തന്നെ ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ ഇരുന്നപ്പോഴാണ് ഞാൻ കോട്ടയത്ത് നമ്മുടെ ജോജി ബ്രദറിനെ പരിചയപ്പെട്ടു. അതുവഴി സന്ധ്യ ബ്രദറുമായിട്ടും അങ്ങനെ ഞാൻ ഏകദേശം 1 വർഷം മുമ്പ് ഞാനിവിടെ കടന്നു വരാനൊരു കൂട്ടായ്മയിൽ പങ്കെടുക്കുവാനൊക്കെ ഒരു അവസരം തന്നു. ഇന്ന് എൻ്റെ കൂടെ വന്നിരിക്കുന്ന എൻ്റെ അയൽക്കാരായ സുഹൃത്തുക്കളായ 2 പേരാണ്. ചില ദിവസങ്ങളായിട്ടുള്ള ഞാൻ അവരോട് സഹബ്രദറിനെ പറ്റിയൊക്കെ പരിചയപ്പെടുത്തി. അവർക്ക് ഞാൻ 2-3 ലിങ്ക് ഞാൻ ഇട്ട് കൊടുത്തു. എന്നപ്പോൾ ഇങ്ങനൊരു കൂട്ടായ്മ ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ജസ്റ്റ് പരിചയപ്പെട്ടു. ഇങ്ങനെ ഇന്ന് പോൽക്കാർ എന്നോട് വന്നിട്ടുണ്ട്. ഞങ്ങൾ 3 പേരും ദുബായിൽ വർക്ക് ചെയ്യുന്നു. ഇപ്പോൾ പെട്ടെന്നൊരു ആവശ്യത്തിന് വേണ്ടി എൻ്റെ ഒരു ബന്ധുവിൻ്റെ ഒരു ട്രീറ്റ്മെൻറ്റിനോടുള്ള ബന്ധത്തിൽ എനിക്ക് കടന്നു വരാനിടയായി. ഇപ്പോൾ അടുത്ത ദിവസങ്ങളിൽ തന്നെ ഞങ്ങൾ 3 പേരും അവധി കഴിഞ്ഞ് തിരിച്ചു പോകുന്നു. അപ്പോൾ ഒരുമിച്ചായിരിക്കാൻ ദൈവം സഹായിച്ചതിനായിട്ട് നന്ദി. അവിടെ തന്നെ തോമസ് ബ്രദറിനെയൊക്കെ ജാൻസൺ ബ്രദറിനായിട്ടൊക്കെ ഞങ്ങൾ ഒരുമിച്ച് കൂട്ടായ്മയിലായിരിക്കുന്നു. ഏകദേശം 1 വർഷത്തോളമായി ഞാൻ CFC ദുബായിയോട് ചേർന്ന് പോയിക്കൊണ്ടിരിക്കുന്നു. പ്രത്യേകിച്ച് ഇന്ന് പകൽക്കാലം കേട്ട ദൈവജനത്തെ പറ്റി എൻ്റെ ഹൃദയത്തിൽ വന്ന ചിന്ത പ്രത്യേകിച്ച് ആ ശമരിയ സ്ത്രീയുടെ ഉദാഹരണമാണ്. തൻ്റെ ജീവിതത്തിൽ വളരെ പ്രതിസന്ധി തരുന്ന സാഹചര്യത്തിൽ കൂടി കടന്നുപോയി. പക്ഷേ തൻ്റെ ജീവിതത്തിൽ കടന്നുപോയ വ്യക്തികൾ അനുഭവങ്ങളൊന്നും തൻ്റെ യഥാർത്ഥ ദാഹത്തെ ശമിപ്പിക്കാൻ കഴിയാതെ പോയപ്പോൾ, പക്ഷേ അങ്ങനെ എല്ലാം തകർന്നു നിൽക്കുന്നൊരു സമയത്താണ് സാക്ഷാൽ ജീവനായ കർത്താവ് തൻ്റെ അടുക്കിലേക്ക് വരുവാനിടയായിത്തീരുന്നത്. യഥാർത്ഥത്തിൽ ആ കിണറ്റിൽ നിന്നുള്ള തൻ്റെ ഭൗതികമായൊരു ദാഹം ശമിപ്പിക്കാനുള്ള ഒരു ആഗ്രഹത്തോട് വന്നെങ്കിൽ, പക്ഷെ യഥാർത്ഥ തൻ്റെ ദാഹം ശമിപ്പിക്കുന്ന കർത്താവിൽ നിന്ന് പ്രാപിക്കുവാൻ കുടിക്കുവാൻ തയ്യാറായി തൻ്റെ ജീവിതത്തെ മുഴുവനായി മാറ്റിമറിക്കുവാനിടയായി. നമ്മുടെ ജീവിതത്തിലും ഈ ലോകപരമായി ചിന്തിച്ചാൽ എല്ലാവരിലും ദൈവം അകത്തൊരു ദാഹം വെച്ചിട്ടുണ്ട്. പക്ഷേ ലോകത്തിലേക്ക് തന്നെ ചിന്തിച്ചാൽ ആൾക്കാരത് പുണ്യപ്രവൃത്തികൾ ചെയ്ത്, അതുപോലെ തന്നെ തീർത്ഥാടന കേന്ദ്രങ്ങളിൽ പോകുന്നു, മറ്റുള്ളവരെ സഹായിക്കുന്നു, മറ്റു ചിലരാകട്ടെ മദ്യം, കഞ്ചാവ്, മറ്റുള്ള പല വഴികളിലേക്ക് പോയി തങ്ങളിലുള്ള ആ ദാഹത്തെ ശമിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ കർത്താവ് ശമരിയാസ്ത്രീയോട് പറഞ്ഞ പോലെ ഈ വെള്ളം കുടിക്കുന്നവരൊക്കെയും പിന്നെയും ദാഹിക്കും. ഇതെല്ലാം താൽക്കാലികമായ ആ ദാഹം ശമിപ്പിക്കുമെന്നും അവർക്ക് തെറ്റിദ്ധരിച്ചപ്പെട്ടിരിക്കുമ്പോൾ നമ്മുടെ യഥാർത്ഥമായ ദാഹം ശമിപ്പിക്കാൻ നമ്മുടെ കർത്താവിന് മാത്രമേ കഴിയത്തുള്ളൂ. അതുതന്നെയാണ് സങ്കീർത്തനക്കാരൻ പറയുന്നത്. ആ ദാഹം ഹൃദയത്തിലുള്ളതായ ദാവീദ് പറയുന്നു, അതെ, ഞാൻ നീർത്തോടുകളിലേക്ക് ചെല്ലുവാൻ കാക്ഷിക്കുന്ന പോലെ ദൈവമേ എൻ്റെ ആത്മാവ് എന്നോട് ചെയ്യുവാൻ, എൻ്റെ ആത്മാവ് ദൈവത്തിനായി, ജീവനുള്ള ദൈവത്തിനായി തന്നെ കാക്ഷിക്കുന്നു എന്ന് നമ്മൾ വായിക്കുവാനിടയായി. അതുപോലെ തന്നെ മറ്റു സങ്കീർത്തനത്തിൽ മറ്റൊടുത്ത് വായിക്കുന്നു, മനുഷ്യരൊക്കെ വെറും നിഴലായി നടക്കുന്നു, നിശ്ചയം അവർ വ്യർത്ഥമായി പരിശ്രമിക്കുന്നു, അവർ ധനം സമ്പാദിക്കുന്നു, ആരനുഭവിക്കുമെന്ന് അറിയുന്നില്ല. അതെ, ദൈവം നമ്മളെ ദൈവേഷ്ടം ചെയ്യാൻ വേണ്ടി മനുഷ്യനെ സൃഷ്ടിക്കപ്പെട്ടെങ്കിലും നമ്മളെല്ലാം മറ്റു പലതിൻ്റെയും പിന്നാലെ ദാഹത്തോടു കൂടി ഓടി, പക്ഷെ അവസാനം നമുക്കൊന്നും പ്രാപിക്കാൻ കഴിയാതെ വെറും 0 ആയിട്ട് അവസാനിക്കുമ്പോൾ ഇന്ന് ഓൽക്കാലം നമ്മൾ കേട്ടതുപോലെ
യഥാർത്ഥമായ നമ്മളെപ്പറ്റി ദൈവം ആഗ്രഹിക്കുന്ന ഒരു ദാഹമുണ്ട്. ആ ദാഹം തന്നെയാണ് നമ്മുടെ ആത്മാവിൽ ദൈവം വെച്ചിരിക്കുന്നത്. നമുക്ക് യഥാർത്ഥമായ ഓരോ ദിവസവും സങ്കീർത്തനക്കാരനെ പോലെ ആ മാന്യത്തോടുകളിലേക്ക് ചെല്ലുവാൻ കാക്ഷിക്കുന്ന ആ ദാഹത്തോടുകൂടി ഓരോ ദിവസവും കൂടുതലായി അടുത്ത് വന്ന് സാക്ഷാൽ ജീവന്റെ ഉറവാകുന്ന കർത്താവിൽ നിന്ന് കൂടുതൽ അടുത്ത് കഴിയുമ്പോൾ നമ്മൾ മറ്റുള്ള ദാഹങ്ങളെല്ലാം മാറ്റി വെച്ചിട്ട് ശരിക്കും നമ്മുടെ ആ ആത്മാവിന് സംതൃപ്തി തരാൻ കഴിയുന്ന ദാഹം പ്രാപിക്കുവാൻ നമ്മൾ ഓരോരുത്തർക്കും കൂടുതലായി ദൈവം സഹായിക്കട്ടെ എന്ന് പറഞ്ഞു. Brother Sandeep was preaching from John 4. I was reminded of something that I was reflecting on from Psalm 73, verse 25 to 26. നമുക്ക് കേട്ടുകൊണ്ടിരുന്നത് സങ്കീർത്തനം 73:25 എനിക്ക് ഓർമ്മ വരികയായിരുന്നു. Which says, who have I in heaven but you? The earth has nothing that I desire besides you. സ്വർഗത്തിൽ എനിക്ക് ആരുള്ളൂ, ഭൂമിയിൽ ഞാൻ നിന്നെ ഇല്ലാതെ ആരെയും ആഗ്രഹിക്കുന്നില്ല. സങ്കീർത്തനം 73:25. And which is also connected with this understanding of worship. A true worship is where everything else around you just grows pale, and only one thing that stands out is the triune God. അതും സത്യത്തിലുള്ള ആരാധനയായിട്ട് ബന്ധപ്പെട്ട ഒരു വാക്യമാണ്. യഥാർത്ഥത്തിലുള്ള ആരാധനയിൽ ദൈവം മാത്രം എല്ലാമായി തീരുകയും ബാക്കിയെല്ലാം മങ്ങിപ്പോവുകയും ചെയ്തൊരവസ്ഥ. There is a song which says, turn your eyes upon Jesus, look full in his wonderful face, and all the things on earth will grow strangely dim. യേശുവിലേക്ക് തിരിയുക എന്നുള്ള പാട്ട്, യേശുവിലേക്ക് തിരിയുമ്പോൾ അവിടുത്തെ ആ അത്ഭുതകരമായ മുഖത്തേക്ക് നോക്കുമ്പോൾ ഈ ഭൂമിയുടെ കാര്യങ്ങളെല്ലാം മങ്ങി പോകുന്നതായിട്ട് നമ്മളവിടെ കാണുന്നു. Notice the words, it'll grow strangely dim. അത് ബാക്കിയെല്ലാം മങ്ങി പോകുന്നു. To those of you who are interested in photography, there is this mode called portrait. When you click a photo, it blurs all the surroundings and only focuses on that particular couple or a single person. നമ്മൾ ഫോട്ടോഗ്രാഫി ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് അറിയാം, പോർട്രേറ്റിൽ നമ്മൾ ഫോട്ടോ എടുക്കുമ്പോൾ ഇപ്പോൾ നമ്മൾ ഒരു ദമ്പതികളെ ഫോട്ടോ എടുക്കുമ്പോൾ ബാക്കിയുള്ള ബാക്ക്ഗ്രൗണ്ട് എല്ലാം ബ്ലർ ആയി പോകുന്നു, ആ ദമ്പതികളെ മാത്രം ഫോക്കസ് ചെയ്യുന്നു. And so that's the idea that comes when you are focused and concerned everything and starting to evaluate everything in light of who Christ is, in light of who the triune God is. Everything else is called to be faded away. നാം ഈ ദൈവത്തെ മാത്രം ഫോക്കസ് ചെയ്യുമ്പോൾ ബാക്കിയെല്ലാം മങ്ങി പോകുന്നൊരവസ്ഥ. And so when I was reflecting on that passage of Psalm 73, the other verse that popped in my head was Luke 14, where the cost of discipleship was being spoken of. വേറൊരു വചനഭാഗം എൻ്റെ മനസ്സിലേക്ക് കയറി വന്നത് ലൂക്കോസ് 14 ശിഷ്യത്വത്തിന്റെ വിലയെക്കുറിച്ച് പറയുന്ന ഭാഗം. When it says your love towards God should outshadow every other expression of love towards others. കർത്താവിനോടുള്ള സ്നേഹം ബാക്കി എല്ലാ സ്നേഹത്തെക്കാട്ടിലും അത് തിളങ്ങി നിൽക്കുന്ന ബാക്കി എല്ലാ സ്നേഹങ്ങളും മറഞ്ഞു പോകണം. So the true worship demands exclusive surrender, exclusive utmost love towards God first. യഥാർത്ഥത്തിലുള്ള ആരാധന ദൈവത്തോട് പരിപൂർണമായിട്ടുള്ള ഒരു സ്നേഹം, പൂർണ്ണതയോടുള്ള ഒരു സ്നേഹം അത് ഡിമാൻഡ് ചെയ്യും. And in Psalm 27 verse 4 we say, David says, one thing has 27-ന്റെ 4-ാമത്തെ വാക്യം, 27-ാം സങ്കീർത്തനം 4-ാമത്തെ വാക്യത്തിൽ ഒരു കാര്യം ഞാൻ ആഗ്രഹിക്കുന്നു, അതുപോലെ ഞാൻ ചോദിക്കുന്നു ദാവീദ് സങ്കീർത്തനക്കാരൻ പറയുന്നു. Everything, all the ties of materialism, as Brother Sandeep was exhorting us from 1 John, the lust of the eyes, lust of the flesh, and the boastful nature, the ties of materialism, our own personal lust, fades away because God appears as glorious to us. ഉൽപ്പന്നം 2:14 നമ്മൾ കേട്ടതുപോലെ കൺമോഹം ജലമോഹം ജീവിതത്തിലെ പ്രതാപമുള്ള എല്ലാ ബന്ധനങ്ങളും കർത്താവിലേക്ക് ഫോക്കസ്ഡ് ആവുമ്പോൾ അതെല്ലാം മാറി മങ്ങിപ്പോകും. So true worship demands an exclusive focus on Christ. And the second point what I want, കർത്താവിൽ മാത്രമുള്ള ഒരു ഫോക്കസ്, ഒരു കേന്ദ്രീകരിക്കുന്ന ഒരു അനുഭവം, കർത്താവിനെ മാത്രം നമ്മളുടെ അകക്കണ്ണ് കേന്ദ്രീകരിക്കുന്ന ഒരു അനുഭവം യഥാർത്ഥ ആരാധനയിൽ ഉണ്ടാകും. The second point I wanted to share was true worship also demands prompt obedience. യഥാർത്ഥത്തിലുള്ള ആരാധന അത് ഉടനടിയുള്ള ഒരു അനുസരണത്തിലേക്ക് വരുന്നു. And it's interesting how the Gospel of John brings about a linear progression of this relationship with the triune God. ഈ കാര്യം യോഹന്നാന്റെ സുവിശേഷം
ഈ ഒരു ത്രിയേക ദൈവത്തിന്റെ ഈ ഒരു കാര്യത്തിലേക്ക് അത് വർദ്ധമാനമായിട്ട് വരുന്നൊരു കാര്യം കാണുന്നത് വളരെ രസകരമാണ്. So, if you love me, you will obey my commands, is what Jesus says in John 14. And in John 15, he says, you cannot do anything without abiding in me. യോഹന്നാൻ 14:15 എന്നെ സ്നേഹിക്കുന്നത് എന്റെ കൽപ്പനകളെ പ്രമാണിക്കും. യോഹന്നാൻ 15:5 എന്നെ കൂടാതെ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ സാധിക്കുകയില്ല. So, it actually reminds us, you're not supposed to be concerned about what others are thinking about what you do or what you act or what you say. You have only one audience, and that primary audience is again the triune God. ബാക്കിയുള്ളവർ വിചാരിക്കും അവരെന്ത് പറയും എന്നുള്ള ഒരു കാര്യമല്ല. എന്നാൽ നമ്മളുടെ ഒരേ ഒരു ഓഡിയൻസ്, നമ്മളുടെ ഒരേ ഒരു ശ്രോതാക്കൾ എന്ന് പറയുന്ന ആ ശ്രോതാവ് അത് ദൈവം തന്നെയാണ്. The latter part of Psalm 73 verse 26 says, my flesh and my heart may fail, but God is my strength of my heart and my portion forever. 71 സങ്കീർത്തനത്തിന്റെ 26-ാമത്തെ വാക്യത്തില് എൻ്റെ ജഡം 73-ന്റെ 26-ാമത്തെ വാക്യത്തില് എൻ്റെ മാംസവും ഹൃദയവും ക്ഷയിച്ചു പോകുന്നു, ദൈവം എന്നേക്കും എൻ്റെ ഹൃദയത്തിന്റെ പാറയും ഓഹരിയുമാകുന്നു. So this verse, my flesh and my heart fail, is very much connected with what Brother Sandeep was saying about the three components of our human life, right? The soul, the spirit, and the body. നമ്മുടെ മാംസവും ഹൃദയവും ക്ഷയിച്ചു പോകുന്നു എന്നുള്ളത് നമ്മളിപ്പോൾ കേട്ട ആ ഒരു നമ്മളുടെ അസുഖത്തിന്റെ 3 ഭാഗങ്ങള് ആത്മാവ്, ദേഹി, ദേഹം എന്നുള്ളതിനോട് ബന്ധപ്പെട്ടിരിക്കുന്ന കാര്യമാണ്. Notice that the psalmist is saying, my heart and my flesh will fail. He's confident about his failure. അത് തന്റെ മാംസവും ഹൃദയവും ക്ഷയിച്ചു പോകും, അത് പരാജയപ്പെട്ടു പോകും എന്നുള്ളൊരു കാര്യത്തിന് ആസാഫ് വളരെ ധൈര്യത്തോടാണ് പറയുന്നത്. And he goes to say, but my strength is found only in Christ, only in God. അത് കഴിഞ്ഞിട്ട് അവൻ പറയുന്നു, ദൈവം എന്നേക്കും എൻ്റെ ഹൃദയത്തിന്റെ പാറയും ഓഹരിയാകുന്നു, എൻ്റെ ബലം യഥാർത്ഥത്തിൽ ദൈവം മാത്രമാകുന്നു എന്ന് അവൻ പറയുന്നു. Something similar we see in the New Testament from Philippians chapter 2 verse 13 and 14. ഫിലിപ്പിയർ 2:13-14 വാക്യങ്ങളിൽ ഇതുപോലെ താരതമ്യപ്പെടുത്താവുന്ന ഒരു കാര്യം നമ്മൾ പുതിയ നിയമത്തിൽ കാണുന്നു. So there is an echo between the Old Testament and the New Testament. We say, continue to work out your salvation with fear and trembling. പുതിയ നിയമവും പഴയ നിയമവും തമ്മിൽ ഒരു പ്രതിഫലനം, ഒരു പ്രതിധ്വനി നമ്മൾ കാണുന്നു. അവിടെ ഫിലിപ്പിയർ 2:12-13 നമ്മുടെ രക്ഷ പ്രവർത്തിച്ചെടുക്കുകയും, രക്ഷയ്ക്കായി പ്രവർത്തിക്കണമെങ്കിൽ രക്ഷ പ്രവർത്തിച്ചെടുക്കുകയും നമ്മൾ വായിക്കുന്നു കഴുത്തോടും പിറകിലോടുകൂടി. Yes, and then it says in verse 13, for it is God who works in you to both to will and to work for his good pleasure. അത് 13-ാമത്തെ വാക്യത്തിൽ ദൈവം തന്നെ എല്ലയോ തിരുവുള്ളം ഉണ്ടായിട്ട് ഇച്ഛിക്കുവാനും പ്രവർത്തിക്കുവാനും നമ്മൾ പ്രവർത്തിക്കുന്നത് എന്ന് നമ്മൾ 13-ാമത്തെ വാക്യത്തിൽ 2:13 വായിക്കുന്നു. So when Sandeep was sharing about the three components, paralleling that with the courtyard, holy place and most holy place. The most holy place is where I believe is where your will, decision making happens. പ്രാകാരം, വിശുദ്ധ സ്ഥലം, അതിവിശുദ്ധ സ്ഥലം എന്നുള്ള 3 കാര്യം. അവിടെ വിശുദ്ധ സ്ഥലത്താണ് നമ്മളുടെ ഇച്ഛാശക്തി, അവിടെയാണ് നമ്മളുടെ തെരഞ്ഞെടുപ്പ്. Notice here, it is God who works in to will and to act in Philippians 2. അവിടെ ദൈവമാണ് നമ്മളുടെ ഇച്ഛയെ നിയന്ത്രിക്കേണ്ടത്. Again, that doesn't mean that we are undermining the importance of our decision to yield to God, but there is this amazing combination of working together alongside what Scripture says and what we have to do, and that is yielding to that voice of God. അത് തീർച്ചയായിട്ടും നമ്മളുടെ ഒരു പ്രതികരണം, ഒരു സഹകരണം അവിടെ ആവശ്യമുണ്ട്. നമ്മൾ സറണ്ടർ ചെയ്യണം, നമ്മുടെ താഴ്ത്തി ഏൽപ്പിക്കണം. എന്നാൽ ദൈവത്തിന്റെ ഒരു പ്രവർത്തനം, ദൈവം തന്നെയാണ് ഇതിലുള്ള ഉണ്ടായിട്ട് ഇച്ഛിക്കുവാനും പ്രവർത്തിക്കുവാനും നമ്മളിൽ പ്രവർത്തിക്കുന്നു. So going back to Psalm 73 verse 26, my flesh and my heart fail, but my strength is sourced in God. This is also what Philippians 2 says. God, I cannot do this. Only by your grace, the will and the works that flows out from it is sourced in God. സങ്കീർത്തനം 73:26 നമ്മൾ വായിച്ചതുപോലെ എൻ്റെ മാംസവും ഹൃദയവും ക്ഷയിച്ചു പോകും എന്ന അവിടുന്നാണ് കർത്താവേ, അവിടുന്നാണ് തിരുവുള്ളം ഉണ്ടായിട്ട് എന്നിൽ ഇച്ഛിക്കുവാനും പ്രവർത്തിക്കുവാനും അവിടുത്തെ ശക്തിയായിട്ട് ബലമായിട്ടായിത്തീരുന്നത്. So again, one thing I ask of the Lord, this is what I see, that I may dwell in the presence of Lord. ഞാൻ ഒരു കാര്യം അപേക്ഷിക്കുന്നു, അതുകൊണ്ട് ഞാൻ ആഗ്രഹിക്കുന്നു, ഞാൻ ദൈവത്തിന്റെ സന്നിധിയിൽ വസിക്കുന്നതാണ്, അവരുടെ നന്മകളെ ധ്യാനിക്കുന്നതാണ് ഞാൻ ആഗ്രഹിക്കുന്നതെന്ന്
നമ്മളുടെ സംഘത്തിന് 27:4 വായിക്കുന്നു. And it says, "Whom have I in heaven," in Psalm 73, "but you? The earth has nothing that I desire." That is the progress that we want to attain. That is what we are fighting and striving towards. And this is not our own doing alone. It has to be sourced in God. That is where the ultimate supply of His grace is readily available to us. ദൈവമാണ് നമ്മളെ അവിടെ ആ സങ്കീർത്തനം 73:25 സ്വർഗ്ഗത്തിലും ഞാൻ അതറിയുന്നു ആഗ്രഹിക്കുന്ന ഭൂമിയിലും എനിക്ക് നീ അല്ലാതെ വേറൊരു ആഗ്രഹവും ഇല്ല എന്നുള്ള ആ അത്യധികമായ പാരമ്യത്തിലേക്ക് നമ്മളെ എത്തിച്ചേരുവാൻ ദൈവമാണ് നമ്മളെ അവിടുത്തെ ശക്തിയോടെ ബലത്തോടെ വ്യാപാര ശക്തിയോടെ സഹായിക്കുന്നത്. So in just one more, I would say in Psalm 73 verse 28 it says, "But for me it is good to be near God. I have made the Lord God my refuge, that I may tell of all your works." 28-ാമത്തെ 73-ാം സങ്കീർത്തനത്തിൽ 28-ല് കർത്താവിനോട് ചേർന്നിരിക്കുന്നത്, കർത്താവിൻ്റെ സഖിത്വം, കർത്താവിൻ്റെ സാമീപ്യം എനിക്ക് നല്ലത്. എന്തുകൊണ്ടെന്നാൽ കർത്താവിൻ്റെ നന്മകളെക്കുറിച്ച് ഞാൻ പ്രകീർത്തിക്കേണ്ടതിനായിട്ട് അവിടുത്തോട് ഞാൻ ചേർന്നിരിക്കുന്നത് ഏറെ നല്ലതെന്ന് 73-ാം സങ്കീർത്തനത്തിൽ 28-ാമത്തെ വാക്യത്തിൽ നാം വായിക്കും. This also echoes something in the New Testament from the book of James, which says, James chapter 4 verse 8, "Draw yourself near to God, and He will draw near to you." അവിടെ യാക്കോബ് 4:8 ദൈവത്തെങ്കിലേക്ക് നിങ്ങൾ അടുത്ത് വരിക, ദൈവം നിങ്ങളോട് അടുത്ത് വരൂ എന്ന് പറയുന്ന അതേ വാക്യത്തിൻ്റെ ഒരു പ്രതിധ്വനിയാണ് ഇവിടെ സങ്കീർത്തനം 73:28 ദൈവത്തോട് അടുത്തിരിക്കുന്നത് എനിക്ക് നല്ലത്, എൻ്റെ സകല പ്രവൃത്തികളെയും വർണ്ണിക്കേണ്ടതിന് ഞാൻ യഹോവയായ കർത്താവിനെ എൻ്റെ സങ്കേതമാക്കിയിരിക്കുന്നു എന്ന് നമ്മൾ വായിക്കുന്നത്. So the third point that I just came to my mind was, true worship requires you to have a repenting heart. യഥാർത്ഥത്തിലുള്ള ആരാധന ഒരു അനുദപിക്കുന്ന ഹൃദയം നമ്മളിൽ ഉണ്ടായിരിക്കണം എന്നുള്ളൊരു കാര്യം മൂന്നാമതായിട്ട് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. To summarize, true worship demands your exclusive surrender and love towards God. ചുരുക്കി പറഞ്ഞാൽ യഥാർത്ഥത്തിലുള്ള ആരാധന കർത്താവിനോടുള്ള ആ ഒരു സമർപ്പണവും ഫോക്കസും കേന്ദ്രീകരണവും കർത്താവിലേക്ക് മാത്രമുള്ള സ്നേഹവും അത് ആവശ്യപ്പെടുന്നു. And true worship demands you to have a prompt obedience to God. യഥാർത്ഥത്തിലുള്ള ആരാധന അത് ഉടനടിയുള്ള അനുസരണത്തിലേക്ക് നയിക്കുന്ന ഒരു കാര്യമായിട്ട് നമ്മൾ കാണുന്നു. And third is, true worship demands you to have I was expecting someone to pop up and say it demands you to have a repenting heart. അത് നമ്മൾ മൂന്നാമത് പറഞ്ഞതുപോലെ യഥാർത്ഥത്തിലുള്ള ആരാധന അനുതാപമുള്ള ഹൃദയം അത് നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു എന്നുള്ളൊരു കാര്യമാണ്. So the illustration of image focused only on that one person, everything else fading away. That's the idea that I want to leave it with you all. നിങ്ങളോട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന ഓർക്കണം ആഗ്രഹിക്കുന്ന ഒരു കാര്യം യഥാർത്ഥത്തിലുള്ള ആരാധന അവിടെ കർത്താവിനെ മാത്രം ഫോക്കസ് ചെയ്യുന്നു, ബാക്കി ബാക്ക്ഗ്രൗണ്ട് എല്ലാം ബ്ലർ ആയിട്ട് വരും. In the name of the Lord. ദൈവം വിളിച്ചു ഞാൻ നന്ദി പറയുന്നു. ഇന്ന് നമ്മൾ യോഹന്നാൻ 4:7 കേട്ടത്. എനിക്ക് മനസ്സിലായ വാക്യം 13-14 യേശുവോട് ഈ വെള്ളം കുടിക്കുന്നത് എല്ലാം പിന്നെയും ദാഹിക്കും. ഞാൻ കൊടുക്കുന്ന വെള്ളം കുടിക്കുന്നവനോ ഒരു നാളും ദാഹിക്കുകയില്ല. ഞാൻ കൊടുക്കുന്ന വെള്ളം അവനിൽ നിത്യജീവനിലേക്ക് പൊങ്ങി വരുന്ന നീരുറവയായി തീരുമെന്ന് ഉത്തരം പറഞ്ഞു. നമ്മൾ ഈ ലോകത്തിലായിരിക്കുമ്പോൾ നമ്മൾ ഈ ഒരു തൽക്കാല ദാഹത്തിന് വേണ്ടി ശാന്തിക്ക് വേണ്ടി ദാഹത്തിന് വേണ്ടിയാണ് വെള്ളം കുടിക്കുന്നത്. പക്ഷെ നമ്മൾ ഒരാവശ്യം വരുമ്പോൾ നമ്മൾ യേശുവിൻ്റെ അടുക്കിലേക്ക് ചെല്ലുമ്പോൾ നമ്മൾ ആ ഒരു വെള്ളം കുടിക്കുമ്പോൾ നമുക്ക് നമ്മുടെ ജീവിതത്തിലെ ഒരു പൊങ്ങി വരുന്ന നീരുറവയായി തീരുമെന്നാണ് പറയുന്നത്. അപ്പം അതിനുവേണ്ടി ഞാൻ ആഗ്രഹിക്കുന്നു. അപ്പം എനിക്ക് വേണ്ടി യേശു കുറേ ദാഹിക്കുന്നു എന്ന് മനസ്സിലാകുന്നു.